പ്രീസലോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ദിവസത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്നവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സോവി സാക്ഷി പറയാൻ വന്നപ്പോൾ ഞാൻ കൂടെ ഇപ്പം എന്നോട് കുറേ നാൾ സാമച്ചാൻ ജനിച്ചു പോകുന്നില്ലേ, ഞാനിവിടെ വന്നിരുന്ന് അധികം സമയം കളയണ്ട, കൂടുതലും ചില സമയത്ത് സമയം കൂടുതൽ അറിയാതെ അതിൽ നിന്ന് എന്നാ കൂടുതൽ ചിന്തിച്ചങ്ങ് സമയം പോകുന്നതുകൊണ്ട് ഞാനിവിടെ നിന്ന് ആ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് പോകാതിരുന്നത്. അപ്പോൾ സോവി അതായിരിക്കാലും ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടായിരുന്നു, അത് അവൾ പറഞ്ഞതിൽ വളരെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സുഹൃത്താണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പോലീസ് കേസ്, കോടതി, അല്ലെങ്കിൽ ഈ പല പ്രശ്നങ്ങളുള്ള വിഷയം ഓടി എൻ്റെ അടുത്തെത്തും. സാധാരണ അറിവുമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ, ഞാൻ അതിൽ കൂടെ ഒത്തിരി പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്താണ് എൻ്റെ അടുത്ത് ഓടി വരിക എന്നുള്ളത് പലപ്പോഴും പല കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ പലരും വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ദൈവകൃപയാൽ അത് ഏറ്റെടുക്കുവാനും ആ വിഷയത്തിലൊക്കെ ഇടപെടുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിലപ്പം സാമച്ചാൻ അറിയാമോന്നറിയില്ല, സാമച്ചാനും ഞങ്ങളുടെ കൂട്ടത്തിൽ പന്ത് കളിക്കുന്ന ഒരാളാണ്. ആരും അറിയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആളെ പറയാൻ സോറി പേരൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, പിന്നെ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഈ വ്യക്തി, ഞങ്ങൾ ചെറിയൊരു കൂട്ടമാണെങ്കിലും പന്ത് കളിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മിക്ക ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റുള്ള ഒരു ഇതാണ്. എന്നാൽ ഈ വ്യക്തിയെ ചില ദിവസങ്ങളായിട്ട് അനക്കമില്ലാതെ ഉണ്ടപ്പോൾ എന്തോ ഒരു ഹൃദയത്തിൽ ദൈവം, ഞങ്ങൾ ഇത്രയും വലിയൊരു 100 പേരടന്ന് അല്ലെങ്കിൽ ഇത്രയും പേരുള്ള ഒരു സംഘടനയൊക്കെയാണ്, പക്ഷേ എന്നാൽ പോലും ഈ വ്യക്തിയെ ഒരു അനക്കോ എന്തോ ഒരു മനസ്സിൽ പ്രേരണം, പുള്ളിയെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു അനക്കമില്ല. ഞാനങ്ങനെ ഒരു ദിവസം വിളിച്ച് ഫോണിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടു. ഒരു ടിക്കേ വരുന്നുള്ളൂ, 2 ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ സെൻഡായി മനസ്സിലാകത്തുള്ളൂ. ഞാനത് ചിലപ്പോൾ ഒരു പക്ഷേ ആൾ എന്തെങ്കിലും ജോലി തിരക്കോ ബാറ്ററി ഡൗണായിരുന്നു. മനുഷ്യൻ ഞാനത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും നോക്കിയിട്ട് അപ്പോഴും അത് സെൻഡായിട്ടില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് വിളിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ഞാനത് മൊബൈൽ തീർന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാര്യം വിട്ടുപോയി. ഒരു ദിവസം വിട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഹൃദയത്തിലോടി വന്ന് പുള്ളിയെ പിടിച്ചിട്ടൊന്നും അനക്കമൊന്നുമില്ലല്ലോ. നമ്മൾ ഹൃദയാണെങ്കിലും ഒരു വിശേഷം തിരക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് പിന്നെ അനക്കമൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വിളിച്ചു, പിന്നെ സ്വിച്ച് ഓഫ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അനക്കം കാണാഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ സംഘടനയുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട്, ചെയർമാനായിട്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ എൻ്റെ ഒരു വീഡിയോ ഇല്ലല്ലോ, എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ചോദിക്കുന്നു. അപ്പോൾ പുള്ളി അന്വേഷിക്കാനിടയായി. ഞാനും ആ വഴിക്ക് തന്നെ, നമുക്ക് ഈ നിൽക്കുന്നതുകൊണ്ട് ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ടാണ് നമ്മൾ പല വഴി കൂടെ ഉള്ള അന്വേഷണം വിട്ടു. എന്നാൽ അപ്പോൾ തന്നെ പിള്ളേരെ കണ്ടു. അപ്പോൾ ഈ പിള്ളേരെ കണ്ടിട്ട് പിള്ളേരോട് ചോദിച്ചു, അവിടെ സൗദിക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആളുണ്ടല്ലോ, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ എന്നാലും തൊട്ട് പുറകെ നമുക്ക് വേറെ വിവരം കിട്ടി, ആളുടെ വാഹനം ഇട്ട് ഒരാഴ്ചയായിട്ട് കാണുന്നില്ലെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം ഇപ്പം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ പല ദേവസ്ഥാനാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിഷയം ഒന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കി പ്രാർത്ഥിക്കുന്നതിലൊരിതുണ്ടല്ലോ. അവരുടെ കുടുംബത്തിലെ ഈ പുള്ളി ഒരു ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അത്ര നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും നല്ലൊരു ക്യാരക്ടറാണ്. ഞങ്ങളെ മുമ്പത്തെ പ്രാവശ്യം ഓണസദ്യക്ക് വിളിച്ച്, ഞങ്ങളെ ഫാമിലിയായിട്ട് വിളിച്ച് ഓണസദ്യയൊക്കെ തരാനിടയിൽ. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. എന്നാൽ വളരെ നല്ലൊരു മാതൃക, നല്ലൊരു ഇതാണ്. എന്നാൽ പുള്ളിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, 2 കഴിക്കും. പക്ഷേ 2 കഴിച്ചാൽ വലിയ കപ്പാസിറ്റി ഉള്ള ആളല്ല. എന്നാൽ പെട്ടെന്ന് അത് ഫീൽ ചെയ്യും മുഖത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാവും. ഈ സംഭവം നടക്കുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണ്. പിന്നെ സൽമാനിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരു നേരെ വീട്ടിലോട്ട് വന്നു. ഞാൻ നോക്കിയിട്ട് വേറെ അധികം കൂട്ടുകാർ, ഇത്രയും വലിയൊന്നും പറഞ്ഞാൽ കൂട്ടുകാർ കൂടി പോവുകയോ ഭാര്യ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന മനുഷ്യനാണ് പുള്ളി. ആ സമയത്ത് ഒരു വണ്ടി ഒന്ന് ചെറുതായിട്ട് ബാക്ക് സൈഡിലൊന്ന് മുട്ടി, ജസ്റ്റ് ഒരു വെച്ചതേ ഉള്ളൂ. തൊട്ട് കുറേ പുള്ളിയായിരുന്നു, അതിന് തൊട്ട് കുറേ സാധാരണ പോലീസുകാരനായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ നമ്മൾക്കറിയാം, ഇവിടുത്തെ ഒരു പോലീസുകാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് ഓടി വന്ന് നോക്കും. വാട്ട് ഹാപ്പൻ വെച്ചപ്പോൾ പുള്ളി ഇച്ചിരി ഒന്ന് അവർ പെട്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവരത്, കാരണം ഇപ്പോൾ നിയമം മറ്റൊരു ബെഹ്റിനി ഫാമിലി ഒരു ആക്സിഡൻ്റായിട്ട് ഒരു കുടുംബം മൊത്തം ഇങ്ങനെ വന്നതുകൊണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവർ പിടിച്ചു നിർത്തിയിട്ട് തന്നെ മുഴുവനെ വിളിച്ചു വരുത്തി നേരെ അകത്ത് പോവുകയായിരുന്നു ചെയ്തത്. വിധി അപ്പോൾ അന്ന് തന്നെ പെട്ടെന്ന് സഡനായിട്ട് തന്നെ 4 മന്ത് വിധിച്ചു. 2000 ദിനാർ ഫൈനുമായി.
ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങളെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും സോബിയോട് ഞാൻ കാര്യം ഷെയർ ചെയ്ത് അവൾ പറഞ്ഞു നമുക്കൊന്ന് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ടോടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൂട്ടുകാരോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പറഞ്ഞാൽ മുന്നോട്ടുള്ള ഭാവി എങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നുള്ള പല ചിന്താഗതിയുണ്ട്. എന്നാൽ പുള്ളി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അല്ലെ പറഞ്ഞ് മനസ്സിലാക്കിയാലും പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല സ്വഭാവമാണ്. എന്നാൽ പുള്ളി ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപദേശിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ പുള്ളിക്ക് തോന്നിയാൽ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പ്രയാസപ്പെട്ട് പുള്ളി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിക്കുന്നതിനൊന്നും തെറ്റ് പറഞ്ഞില്ല അവർ. പക്ഷേ ഈ ഒരു കഴിച്ച് കൂടുതലായി അതിലേക്ക് ഒത്തിരി ഇത് പോയി ഇങ്ങനൊരു അവസ്ഥ വന്നപ്പം ആണ് അവരകത്തായെന്ന് പറഞ്ഞു. എന്തായാലും 26-ാം തീയതി അതിനുശേഷം അവർ കമ്പനിയായിട്ട് ഇടപെടുകയും സംസാരിക്കാനൊക്കെ ഇടയായി. ഒരു അഡ്വക്കേറ്റിനെ വെച്ച് 26-ാം തീയതി കോടതിയിൽ കൊണ്ടുവന്ന് ഒരു അപ്പീലിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈ ഡിസംബർ ഒരു പൊതുമാപ്പിൻ്റെ ഒക്കെ സമയമാണ്. ആ സമയത്ത് ദൈവം എന്തെങ്കിലും ഒരു അപ്പീൽ വഴി നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സമയം ഇത് വരുന്നുണ്ട്. ദൈവം അവരുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥന വിഷയമായിരുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ വിടുവിക്കാനല്ല, അവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും പുള്ളിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം ഇനി ഇറങ്ങി വരുമ്പോൾ പുതിയ ജീവിതത്തിലേക്ക് ദൈവം അവരെ ഉപകാരപ്പെടുത്തട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ വിഷയമാണ് ഉണ്ടായിരുന്നത്. അപ്പം സാമാന്യരുള്ളവരോടുണ്ട്, അവരെ പുറത്താരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എത്ര വെച്ചാലും നമുക്കറിയില്ലല്ലോ. അങ്ങനെ പോകുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചകളെല്ലാം ദൈവകൃപയാൽ ദൈവം വഴി നടത്തി. മിലാൻ അല്പം പനിയാൽ ഭാരപ്പെടുന്നു. ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ, പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. ഞാൻ ഈ സങ്കീർത്തനം ഇവിടെ 2 കാര്യമോ അല്ലെങ്കിൽ മെസ്സേജോ സങ്കീർത്തനമോ പറയണമെന്ന് ജയപൂർ പറഞ്ഞപ്പോൾ സങ്കീർത്തനം എടുത്തു. അതാകുമ്പം വളരെ ഷോർട്ടാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും ദൈവം ആലോചിച്ചപ്പോൾ ദൈവം തന്ന അതിനാണ് 3 വാക്യങ്ങളേ ഉള്ളൂ. ആ വാക്യങ്ങളിങ്ങനെ വായിച്ചപ്പോൾ ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെ കാണുവാൻ കഴിയുന്നത് ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതം എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇതിനെ ഈ സങ്കീർത്തനത്തെ പറ്റി പറയുമ്പോൾ ഇത് ജ്ഞാനസങ്കീർത്തനം എന്ന് അറിയപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനൊരു സങ്കീർത്തനമായിട്ട് ഇതിനെ കണക്കൂട്ടുന്നു. ഇത് 3 തരത്തിലേക്ക് തിരിക്കുന്നതായിട്ട് ഇതിൻ്റെ വേദപണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, കുടുംബ വ്യവസ്ഥയിനനുസരിച്ച് ഒരു പിതാവിൻ്റെ പുത്രന്മാർ അവരുടെ കുടുംബങ്ങളുമായി ഒത്തൊരുമിച്ച് കഴിയുന്നതിൻ്റെ അനുഗ്രഹങ്ങളെ പുകഴ്ത്തുന്ന ഒരു സങ്കീർത്തനമാണിതെന്ന് ഒരു ചിന്തയുണ്ട്. അതിനെപ്പറ്റി ഇവിടെ ആവർത്തന പുസ്തകത്തിൽ 25-ൻ്റെ ഒക്കെ ഭാഗത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അവർ രണ്ടാമത്തെ ഒരു ചിന്തയെന്ന് പറയുന്നത് നെഹെമ്യാവിൻ്റെ കാലഘട്ടത്തിൽ പ്രവാസത്തിൽ നിന്ന് തിരികെ വന്നപ്പോൾ യെരുശലേമിൽ സമൂഹമായി പാർത്ത യെരുശലേമിൽ ഒരു യഹൂദ്യ സമൂഹം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരു ഗീതമെന്നാണ് ഇതിനെപ്പറ്റി രണ്ടാമതൊരു ചിന്ത. മൂന്നാമതായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് തീർത്ഥാടകരായി കടന്നു വന്നവർ ഒത്തൊരുമിച്ചിട്ടുള്ള കൂട്ടായ്മ പങ്കുവെക്കുന്നതിനെയാണ് ഈ സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നതെന്ന് മൂന്നാമത്തെ ഒരു കൂട്ടം പറയുന്നു. എന്നാൽ അതാണ് ഇത് മൂന്നാമത്തെ ഒരു ഭാഗമാണ് ഇതിനെ ശരി അന്ന് കണക്കാക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിനെ ഈ ഗീതാവലിയായി അഹരോണ ഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് അങ്ങനൊരു ഭാഗമാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇതാണ് ആമുഖമായിട്ട് സങ്കീർത്തനത്തെ പറ്റി. പിന്നെ പറയുന്നത് യെരുശലേമിൽ പല ഉത്സവങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച്, അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ തന്നെ പറയുന്നുണ്ട് സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നു. അതായത് ഒരു ഒത്തൊരുമയോടുകൂടി സഹോദരങ്ങൾ സന്തോഷത്തോടെ ആലയത്തിലേക്ക് കടന്നു വരുന്ന അത് കണ്ടപ്പോൾ ദാവീദിന് തോന്നിയ ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ ആ ഒരു സങ്കീർത്തന ഭാഗമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. നമുക്കിതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സഹോദരന്മാർ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു ആലയത്തിലേക്ക് അല്ലെങ്കിൽ കൂടാര പെരുന്നാളുകൾ അങ്ങനെ ബന്ധുക്കോസ് അങ്ങനെ പല പെരുന്നാളുകളിലേക്ക് അവർ ഒരുമിച്ച് വരുന്ന അനുഭവം കണ്ടപ്പോഴാണ് അവർക്ക് തോന്നിയെന്ന് നമുക്ക് ഇതിനെപ്പറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ അതിനെപ്പറ്റി പറയും. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ സഹോദരന്മാർ ഒരുമിച്ച് ഒരു ദൈവസഭയിലേക്കോ ഒരു സ്ഥലത്തേക്കോ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ സാഹചര്യം പല അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സിജോബോറിന് അത്ര സന്തോഷമായിരിക്കത്തില്ല.
ചിലപ്പോൾ സാമച്ചാനായിരിക്കുന്ന അവസ്ഥ വളരെ വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ റോഹിച്ചാനായിരിക്കുന്ന അവസ്ഥ വളരെ വ്യത്യാസമായിരിക്കും. നമ്മളൊക്കെ ഓരോ സാഹചര്യത്തിൽ നിൽക്കുന്ന അവസരത്തിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്, നമ്മൾ ജീവിത സാഹചര്യം ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ ഒരു വലിയ വിടുതലിൻ്റെ അനുഭവം തന്നെ നമുക്ക് മനോജാൻ പറയുന്നത് ശ്രദ്ധിക്കാനിടയായി. എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ആയിത്തീരും, പല കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ അതിനു വേണ്ടി ചെക്ക് ചെയ്തു. എന്നാൽ ദൈവം അവിടെ കൊടുത്ത വിടുതലിനെ അവർക്കത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അവരാ സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ആ ദൈവപ്രവൃത്തി ഇന്ന് ഞാനിവിടെ കടന്നു വന്ന് ദൈവമക്കളോട് പറയുമ്പോൾ മറ്റൊരാൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരേ അവസ്ഥയിൽ ഒരേ സ്വഭാവം, പല തരത്തിലുള്ള ഒരേ ഷേപ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ പല തലങ്ങളിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികളായിരിക്കും. പക്ഷേ ദൈവസഭയിലേക്ക് ഒരേ സഹോദരന്മാർ ഓടി വരുമ്പോൾ, അവർ വ്യത്യസ്ത തലങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു സാക്ഷ്യമാണ് അവരെ വരും ദിവസങ്ങളിൽ നടത്താനും അവരെ ബലപ്പെടുത്താനും തയ്യാറാകുന്നത്. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ദൈവവചനം ശക്തിയാണ്, ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനാണ്. എന്നാൽ ഫേസ് മേക്കർ വെക്കേണ്ട ഒരു സാഹചര്യം മാറ്റാനും അത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയായിട്ട് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പല രോഗങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, പല രോഗങ്ങളും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയുണ്ട്. ചിലപ്പോൾ കടഭാരത്തിൻ്റെ മുമ്പിലുണ്ട്, നാളെ എങ്ങനെ ആയിത്തീരുമെന്നുള്ള ചിന്താഗതികളുണ്ട്. ഇവിടെ എല്ലാം ദൈവവചനം പറയുന്നു, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ട്. അത് നമ്മൾ ഇപ്പം ദിനിച്ചേച്ചിയുടെ അടുത്തായാലും, നമ്മുടെ ഇവിടെ ഒരു വിഷയത്തിലായാലും, സാമച്ചാൻ്റെ ജീവിതത്തിലായാലും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലായാലും, സിജോറിൻ്റെ ജീവിതത്തിലായാലും, പാസ്റ്ററുടെ ജീവിതത്തിലായാലും എല്ലാം വിടുതലുകൾ നടക്കുന്നുണ്ട്. ഈ വിടുതലുകൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി എത്തുമ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കൊരു ദൈവീയ സമാധാനം ലഭിക്കുന്നത്. അത് കേട്ടൊരു സൈഡിൽ കൂടെ പോവുകയും ഒരു അത്ഭുതം പ്രവർത്തിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇതിനെ ഒന്ന് ആഴമായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ നമ്മൾ പല പ്രാർത്ഥനാ വിഷയം പറയുമ്പോഴും മുമ്പുള്ള സമയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല വിഷയങ്ങളിൽ വിടുതൽ കൊടുക്കണേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കും, അതിൻ്റെ പിന്നിൽ എന്താണെന്നറിയില്ല. പക്ഷേ നമ്മൾ ആ കുടുംബത്തിൻ്റെ ഒരു ആശ്വാസത്തിന്, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വരുന്ന ആളുകളിൽ അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല ഇതിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ഊരി പോരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയത്തില്ല. ഇപ്പം ഇങ്ങനൊരു സംഭവം വന്നു, അതിനതും ഊരി പോരുക, അല്ലെ അതിനൊരു മാസം കുറച്ച് കൊടുക്കുക എന്നുള്ളത് എനിക്കിപ്പോൾ, നേരത്തെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അറിഞ്ഞ വിശ്വാസത്തിൻ്റെ പുറത്ത് ആ വിഷയത്തിന് ഒരു കോംപ്രമൈസ് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ദൈവത്തിന് മാറ്റം, രൂപാന്തരം, ആ വ്യക്തികളിലുള്ളിൽ ഒരു മാറ്റം ഉണ്ടാവണം, അതിലൊരു വ്യത്യാസം ഉണ്ടാവണം. അത് ഞാനായാലും നിങ്ങളായാലും അങ്ങനെ ഒരു വ്യത്യാസത്തിലേക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ആയിത്തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വിടുതൽ, ഇപ്പം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവിടെ കടന്നു വന്ന ദൈവജനത്തിൻ്റെ ആ സന്തോഷം കണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമ കണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഐക്യത കണ്ട് സങ്കീർത്തനക്കാരൻ എത്ര മനോഹരമാണ്. ഇന്ന് നമ്മളെല്ലാം ഈ ദൈവസഭയിലായിരിക്കുക. ഈ ദൈവസഭയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ഫലം, അത് നമ്മളിവിടെ ഷെയർ ചെയ്യുമ്പോൾ, ഇന്നലെ നമുക്കറിയാം, വളരെ സന്തോഷത്തോടെ അനീഷ് അതിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്തു, അത് വളരെ ഭംഗിയാക്കി തീർത്തു. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനെല്ലാം ദൈവം സഹായിച്ചു. നമുക്കൊരു കൂട്ടായ്മ അവിടെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അതൊരു കൂട്ടായ്മ തന്നെയാണ്. അതുപോലെ ദൈവം ഏൽപ്പിക്കുന്ന ഓരോ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷത്തോടെ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും, ഇതെല്ലാം നമ്മുടെ ഒരു സന്തോഷമായി, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം, നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി അത് ചെയ്ത, അല്ലാതെ സഭയ്ക്കൊരു കാര്യത്തിൽ ഒരു പരിപാടി നടത്തി, സാധാരണ ഒരു പള്ളിപ്പെരുന്നാളൊക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ആ വർഷം നടത്തി തീർക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ ഓരോ കൂട്ടായ്മകൾ ചെയ്യുമ്പോഴും നമുക്കത് സന്തോഷമാണ്. നമുക്കെല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കണം, നമുക്കൊരു കൂട്ടായ്മ ആവണമെന്നുള്ള ആഗ്രഹത്തെ പ്രകാരമാണ് എനിക്ക് ദൈവാസന കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, അത് നമ്മുടെ നടപ്പിലാക്കുന്നത്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ആ ഒരു സന്തോഷത്തെ കണ്ട് നമുക്ക് ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. ആദ്യത്തെ ഒറ്റ വാക്യം വായിച്ചു, 133 സങ്കീർത്തനം. അതായത് വളരെ കുറഞ്ഞ് 3 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, ഇവിടെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്ന പറയുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല വ്യവസ്ഥയിലും പല മനോഭാവത്തിലായിരുന്നാലും ദൈവസന്നിധിയിലേക്ക് എത്തി വരുമ്പോൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ആ ഒരു സന്തോഷമാണ് മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ സന്തോഷത്തിൽ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. അത് നിങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങളായാലും ബുദ്ധിമുട്ട്, നമ്മുടെ ദൈവസഭ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നതുമായ നമ്മുടെ ദൈവസഭയിൽ ഒരു പ്രാർത്ഥന വിഷയം ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ ഷെയർ ചെയ്തു. ഈ ഒരു ദൈവസഭയിൽ നമ്മൾ ഷെയർ ചെയ്തത് എന്തിനു വേണ്ടിയാണ്?
ഇത് പുറത്തിറങ്ങി ചർച്ച ചെയ്യാനാണോ? അല്ല. ഈ വിഷയം നിൻ്റെ ഈ ഒരു വിഷയം പറയുമ്പോൾ, നമ്മുടെ കൂട്ടുസഹോദരൻ്റെ ഒരു വിഷയം പറയുമ്പോൾ, ഈ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അതിൽ നമ്മൾ എടുക്കുന്ന ഒരു പങ്കുണ്ട്. നമ്മൾ ചിന്തിക്കും ഈ പ്രാർത്ഥന വിഷയം ദൈവസഭയെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ട് പോകാന്നുള്ള. ഇതെല്ലാം നമ്മുടെ ഉള്ളിലൊരു ഒരു ചിന്തയാണ്. നമ്മുടെ ഉള്ളിലൊരു നമ്മൾ ചിലപ്പം ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നടക്കുമ്പോൾ ഉള്ളിലൊരു ഭാരമുണ്ട്. ദൈവമേ അതിനൊരു വിടുതൽ കൊടുക്കണമെന്നുള്ള ഹൃദയഭാരത്തിന് വേണ്ടി ഇത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ദൈവം ഉപയോഗിക്കുന്നത് ആ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്താൻ വേണ്ടിയാണ്. പലരും ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഒരു വിഷയമാണ് ദൈവം നോക്കുന്നതെന്നുള്ളതാണ്. ഇവിടെയും ഈ പുറമേ ചിലപ്പോൾ സന്തോഷമോ ഒച്ചപ്പാടോ ഒക്കെ ഉണ്ട്, പക്ഷേ ഇവൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രയാസമോ സന്തോഷമോ ആയിട്ട് അത് കാണുന്ന ഒരുവൻ മേളിലുണ്ടെന്നുള്ള ബോധ്യം ആദ്യം നമുക്കുണ്ടാവണം. ഞാനിനി അങ്ങോട്ട് വരിക, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ചിന്തിക്കുന്നു ഈ ഒരു ഐക്യത ആണ് ഒരു ദൈവസഭയെ വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ ഇതിന് പരാജയപ്പെട്ട ചില വിഷയങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അതിൽ കഴിയാഞ്ഞ ചില വിഷയങ്ങളുമായിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ, നമ്മുടെ ആദിമ പിതാക്കന്മാരായിരിക്കുന്ന ആദാമും ഹവ്വയും അവിടെ തൊട്ട് തുടങ്ങിയതാണ് ചില പ്രശ്നങ്ങൾ. ഇത് നമുക്കൊരു മാതൃകയാക്കി ദൈവജനം നമ്മളെ മുമ്പിൽ വെക്കുമ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ അവർക്ക് കൊടുത്തിരുന്ന സമയത്ത് അവരെന്താ പറയുന്നത്, അവിടെ നടുവിലായിരുന്ന നന്മ നിയമങ്ങളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ദൈവജനം പറഞ്ഞപ്പോൾ ഇവരെന്നാ ചെയ്തേ? അവിടെ പിശാച് ഇടപെട്ടു, അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് അത് നഷ്ടപ്പെട്ടു. പക്ഷേ യേശു അല്ല ദൈവം അവിടെ വന്നപ്പോൾ, ദൈവം അവിടെ അവരെടുത്ത് ഏകദേശം വന്നപ്പോൾ അവർ ഒളിച്ചിരുന്ന സമയമുണ്ട്. ഒളിച്ചിരുന്നപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നഗ്നരാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓടിച്ചു വിടുക. നഗ്നരാന്ന് പറഞ്ഞപ്പോൾ അവർ എങ്ങനെ നിനക്കിത് സംഭവിച്ചേ? ഉടൻ തന്നെ ദൈവം അവിടെ ചോദിച്ച വിഷയത്തിൽ മേൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ആദാമിനോട് ചോദിച്ചു, നീ തെറ്റ് ചെയ്തോന്ന് ചോദിച്ചു. ആ തെറ്റ് ആൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ആ തെറ്റ് ചെയ്തെങ്കിലും പുള്ളി പറഞ്ഞു, നീ, അതായത് ദൈവത്തോട് തിരിച്ചു പറയുകയാണ്, നീ എനിക്ക് ഒരുക്കിയിരിക്കുന്ന അവയാണ് എന്നെ വഴിതെറ്റിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു തെറ്റ് നമ്മളാണോ തിരുത്തേണ്ടത്, അതോ ഇപ്പുറത്തുള്ള ആളാണോ തിരുത്തേണ്ടത്? നമ്മുടെ തെറ്റ് നമുക്ക് തിരുത്താൻ പറ്റും. ഇവിടെ ദൈവം ചോദിക്കുകയാണ്, നിനക്ക് തെറ്റ് വരും. ഉടനെ പറയുന്ന അല്ല അവയാണ്. അവയോട് ചോദിച്ചു, നീയാണ് തെറ്റ്? അല്ല, നീ പാമ്പ് കൗശലക്കാരനായ പാമ്പാണത്. അതായത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇത് എൻ്റെ ആയാലും സോബിയുടെ അടുത്ത്, എൻ്റെ ഭാര്യ സോബിയുടെ അടുത്തായാലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തായാലും, എൻ്റെ കൂട്ടുകാരുടെ അടുത്തായാലും, നിന്റെ മുമ്പിൽ ഒരു ദൈവവചനം ഇടപെട്ട് നിന്റെ ഉള്ളിലൊരു രൂപാന്തരം വരുമ്പം മാത്രമേ അവിടെ രൂപാന്തരം സംഭവിക്കുന്നുള്ളൂ. അതല്ലാതെ അത് ഏറ്റെടുക്കാതെ നിന്റെ കൂട്ടുകാരൻ്റെയും മറ്റുള്ളവനും നമ്മൾ പറയണ്ടെന്നോ ചെയ്യണമെന്നല്ലോ. അവിടെ പറയുമ്പോൾ പറഞ്ഞിട്ട് ആ വഴിക്ക് പോകുന്നുള്ളൂ. യഥാർത്ഥ മാറ്റം സംഭവിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവണം. ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പം ഒരാൾക്ക് ഒരു അപകടം പറ്റി, എല്ലാവരും അകത്ത് പോയി. ഈ ദിവസങ്ങളിൽ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ ഇടപെടണം. എന്താണ് ദൈവം അവരുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് തിരിച്ചറിയണം. എന്നെപ്പറ്റി ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയണം. ഇപ്പോൾ കുറച്ച് മുമ്പ് സാമച്ചാൻ പറഞ്ഞു, ദൈവം എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനായിരിക്കും ഇവിടെ വന്നത്. ചിലപ്പോൾ എൻ്റെ തൊഴിൽ ബിസിനസ് ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ ജോലി ചെയ്യുന്നവനാ. പക്ഷെ ദൈവം എന്താണ് നിന്റെ ഹൃദയത്തിൽ? ഈ ബിസിനസ് ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവൻ ജോലിക്കാരനായിട്ട് നിൽക്കുമ്പോഴും അവൻ്റെ വേല അവൻ തയ്ച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്നതും, നിങ്ങളുടെ അവസ്ഥ ഏത് നിലത്തിലായാലും ദൈവം ആഗ്രഹിക്കുന്ന തിരിച്ചറിയണം, ആ വ്യക്തി തിരിച്ചറിയണം. ഇവിടെ ഇവരൊരു വിഷയം പറയുമ്പോൾ അവരത് ആദ്യമേ പിതാക്കന്മാരെ സംഭവിച്ചു. അവർ പറയുന്ന അവർ ഏറ്റെടുക്കുന്നില്ല. അവർ പറഞ്ഞ അവരാന്ന് പറഞ്ഞു, അവരെ പുറത്താക്കി. പക്ഷെ അവരുടെ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ 1-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. ഒന്ന് പെട്ടെന്ന് വായിച്ചു. ആ വാക്യങ്ങൾ 1-2 കാട്ട് വായിച്ചു.
പ്രസാദിച്ചു. കയ്യീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാലും യഹോവ കയ്യീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തിന്? നിൽക്കട്ടെ. ഇവിടെ ഇവരുടെ തലമുറയായി വരിക്കുന്ന അവർക്കുണ്ടായ മക്കളിൽ കയ്യൻ ആദ്യമായി ഉണ്ടാകുന്നു. കയ്യനുണ്ടായി, അത് കഴിഞ്ഞ് ആബേൽ ഉണ്ടാകുന്നു. ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ വളർന്നു വന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടായ സാഹചര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുടുംബത്തിലുണ്ടായി അവരുടെ മാതാപിതാക്കളിൽ വളർന്നു വന്നു. അവർക്ക് അവരുടെ സ്വന്തം തിരഞ്ഞെടുപ്പായിരുന്നു. ചിലപ്പോൾ അവർ തിരഞ്ഞെടുത്ത വിഷയങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരാൾ കൃഷിക്കാരനായി, ഒരാൾ ഞാനത് പറഞ്ഞു ബിസിനസ്സുപരമായിട്ട്, ചിലപ്പോൾ ഞാൻ ബിസിനസ് ജോലി ചെയ്യുന്നതിനായിരിക്കും, ചിലപ്പോൾ ഞാനൊരു ഓഫീസറായിരിക്കും, ചിലപ്പോൾ ഞാനൊരു എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത തലങ്ങളിലിരിക്കുക. ഇവിടെ ഒരാൾ ആട്ടിടയനായി, ഒരാൾ കൃഷിക്കാരനായി. ഞാൻ ഇതിനെപ്പറ്റി വായിച്ച് അത് ചിന്തിച്ച് വന്നപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും സേവറെ വിളിച്ചു, അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഭാഷ വിളിച്ചു, അത് കഴിഞ്ഞ് രണ്ടുപേരോട് കുറച്ച് സംസാരിക്കാനിടയായി. ഇതിനെപ്പറ്റി ഒരു വ്യത്യസ്ത ഒരു ചിന്തയിലേക്ക് പോകാനിടയായി. പല പ്രാവശ്യങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങൾ, എന്നാലും ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാന്നൊക്കെ ചിന്തിച്ചു. അതായത് ഇവരുടെ ഹൃദയത്തിൽ ഞാൻ ആ യാഗത്തിൻ്റെ പല സമയങ്ങളിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതായത് അവർ കൊണ്ടുവന്ന യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നുള്ള വിഷയത്തിലാണ്. അവർ കയ്യും കൊണ്ടുവന്ന യാഗത്തിൽ കൊടുത്തു, ആബേൽ കൊണ്ടുവന്ന ആ യാഗം കൊടുത്തു. അതിൽ ശരിയാണ്, വ്യത്യസ്തമായ യാഗങ്ങളാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു വീട്ടിലുണ്ടായ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടായ ഇവർ സ്വന്തം സഹോദരനോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ വാക്യങ്ങൾ വായിച്ച മനസ്സിലായി കാണും. അതായത് ഒരു കുശുമ്പോ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് അവന് കിട്ടി, അല്ല അവനിൽ പ്രസാദിച്ചു, ഈ ഒരു ക്യാരക്ടർ ആ വ്യക്തിയിൽ ഉണ്ടാകുക, യഥാർത്ഥമായി ആ വ്യക്തികളിൽ ഉണ്ടാകുക. അതായത് ഇവർ രണ്ടുപേരും ഞാൻ ചിന്തിച്ചപ്പോൾ രണ്ടുപേരും ഒരു കുടുംബത്തിലുണ്ടായിരുന്നായിരുന്നു, ഒരേപോലെ വളർന്നു കയറി വന്നതായിരിക്കും, പല സാഹചര്യങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും, ഈ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യം കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരേ ബൈബിൾ കോളേജിൽ പോയിട്ടുള്ള, ഇത് ആലങ്കനീയമായിട്ട് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരിക്കും, അവർ കേട്ടത് ഒരുപോലെ ആയിരിക്കും, എല്ലാം ശരിയായിരിക്കും. പക്ഷേ ഇവരുടെ ഹൃദയത്തിൽ ഉണ്ടായ സംഭവം എന്താണ്? രണ്ട് വ്യത്യസ്തമായ രീതിയിലുണ്ടാകുന്നു. ഇവർ പറയുന്നത് എന്നാ, ഇവനുണ്ടായ ആ യാഗത്തിൽ പ്രസാദിച്ചില്ല, അവന് കോപം ഉണ്ടാകുകയാണ് ചെയ്തേ. ഈ കോപമുണ്ടായി ഈ പുള്ളി പ്രസാദം മുഖം, ആ വാക്യം വായിച്ച എൻ്റെ 8-ാം വാക്യം, നീ അതിനെ കീഴടക്കണം. അതായത് ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല ഒരു ഹൃദയവും നല്ല ഒരു എന്താ പറയുന്നത്, നമുക്ക് ദൈവം എല്ലാം നല്ല രീതിയിൽ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ അതിനെ ഒന്നും മാറ്റാനായിട്ട് സാധിച്ചില്ല. കയ്യന് അതിന് ഒരു മാറ്റം വരാൻ സാധിച്ചില്ല. എന്താ സംഭവിച്ചേ? ഇവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ എന്നെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. പല സമയങ്ങളിൽ ദൈവം ഒരു മാറ്റത്തിന് വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കും. ഇവിടെ കയ്യനോട് പറയാണ്, കയ്യൻ പറയുന്നു ആ ഉള്ളിലുണ്ടായി പ്രസാദിച്ചില്ല, മുഖം വാടിയപ്പം തൊട്ടിരുന്ന അപ്പുറത്തിരുന്ന വേറെ സഹോദരങ്ങളോ കൂട്ടുകാരോ അല്ല അവിടെ പറഞ്ഞായിട്ട് പറയുന്നത്, ദൈവം പറയുന്നത് ഇതിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തെന്ന്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഒരുവന് നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭാരം എന്നാണെന്നും, നിങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നാണെന്നും, നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത എന്താണെന്നും വളരെ വ്യക്തമായി അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവം പറയുകയാണ് നിനക്ക് എന്തുകൊണ്ടെങ്കിലും. അപ്പം പറയുന്നുണ്ട് പ്രസാദിച്ചില്ല. അപ്പം ചോദിക്കുന്നത്, നിനക്ക് നീ ഒരു നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകത്തില്ലേ എന്ന് പറയുക. പക്ഷേ ഈ ആൾ ഏറ്റെടുക്കുന്നില്ല. ഇവിടെയാണ് എന്നെ കുറേ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം. അതായത് ദൈവം സംസാരിച്ചിട്ടും ആൾക്ക് മാറാൻ തയ്യാറായില്ല. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, ദൈവം സംസാരിച്ച് ഏറ്റെടുത്ത് അത് വിട്ടുകളയുമായിരുന്നെങ്കിൽ ഈ ഒരു തെറ്റിലേക്ക് പോരത്തില്ല. സ്വന്തം സഹോദരനെ എത്ര ആഴമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ, അല്ലെ എൻ്റെ ബ്രദറിനെ പറ്റി, ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ എൻ്റെ ചില സ്വഭാവ ഗുണം കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു മനസാക്ഷി ഇല്ലാത്ത പ്രവർത്തനത്തിലേക്ക് ദൈവം വ്യക്തമായിട്ട് അവനോട് സംസാരിച്ചതാണ്. ദൈവം അവിടെ പറഞ്ഞാണ് നീ മാറ് എന്ന് പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറായില്ല. അവസാനം അത് പടിവാതിക്കൽ നിൽക്കുന്ന പറഞ്ഞേ, അതിനെ കീഴടക്കണം, നീ അതിനെ കീഴടക്കി നീ അതിനെ ഇല്ലാതാക്കണം. അതൊന്നും ഏറ്റെടുത്തില്ല. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചേ? കുറച്ച് കഴിഞ്ഞപ്പം സഹോദരനെ വിളിച്ചു കൊണ്ടുപോയി കൊല്ലുവാനിടയായി. അതും മറച്ചില്ല. ഉടനെ ദൈവം ചോദിച്ചു, അവനെന്തെങ്കിലും ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ കാവൽക്കാരൻ. അതായത് ദാഷ്ടി അവിടെ കാണുന്നത്. അതായത് പുള്ളിയുടെ എന്തെങ്കിലും ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ദൈവവചനം, അതായത് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ഒരു വ്യത്യാസം അവിടെ ആ സമയത്ത് ഇതില്ല.
ഞാൻ പറഞ്ഞു തന്നെ ഞാൻ നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ പറയാം. നമ്മുടെ ഉള്ളിൽ പല സമയങ്ങളിലും ഒരു ദൈവിക ഒരു ആത്മാവിൻ്റെ ബുദ്ധി ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്തത്. അന്ന് ദൈവം പറയുന്നുണ്ട്, നീ ഈ ഒരു വിഷയത്തിൽ തിരിച്ചറിയാൻ പറയുമ്പോൾ അവനത് സാധിച്ചില്ല. അവൻ വലിയ പാപത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞു അത് നഷ്ടപ്പെട്ട വന്ന സാഹചര്യം. സഹോദരന്മാർ ഒത്തൊരുമിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഹൃദയത്തിൻ്റെ അകത്ത് ദൈവവചനം സംസാരിച്ചാൽ അത് ക്രിയ ചെയ്യാത്തത് കൊണ്ടാണ് അവസാനം അത് കൂടി മറ്റുള്ളവനെ ഇല്ലാതാക്കുന്നൊരു വലിയ പാപത്തിലേക്ക് ചെന്ന് അത് ഒരിക്കലും കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് എത്തുക. അത് കഴിഞ്ഞ് ഓടി മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറയാൻ അത് വാക്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്ത് സംഭവിച്ചേ? അവിടെ ഒരു മാറ്റത്തിന് തയ്യാറായില്ല. അവിടെ ഒളിച്ചോടുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിലനിൽപ്പില്ല. ആൾക്കാർ ഒരു ഭീതിയിലുള്ള ഓട്ടമാണ്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? യഥാർത്ഥമായി ഞാനത് ഇപ്പോഴും പറയുന്നത്, ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഉപദേശിക്കില്ല. ഇത് എന്നോട് സംസാരിച്ചൊരു വചനമാണ്. എന്നോട് സംസാരിക്കുകയും എന്നോട് ഇടപെടുകയും ചെയ്ത വചനത്തോടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഞാനത് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം, വേണമെങ്കിൽ കളയാം. ഏറ്റെടുത്താൽ ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും. ഞാൻ എൻ്റെ വിഷയത്തിൽ ഞാൻ ഏറ്റെടുത്തപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. അതുകൊണ്ട് ആ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. ഇവിടെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നമുക്ക് അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. മതി. അവിടെ പറയുന്നു, അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെ. അതായത് ഇവിടെ ഈ ഒരു സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഈ അഹരോൻ്റെ താടിയെപ്പറ്റി പറയുന്നുണ്ട്. പണ്ടുള്ള പുരോഹിതന്മാരുടെ ഒരു അവസ്ഥയെന്ന് അല്ലെങ്കിൽ ആ ഇതെന്ന് പറയുന്നത് അവർ മീശയോ താടിയോ ഒന്നും പഠിക്കുകയോ അല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരുക്കിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ ഒരു അഭിഷേക തൈലം അവരിലേക്ക് ഒഴുകുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് ഒഴുകി പൂർണ്ണയിലെത്തുന്ന ഒരു അനുഭവമാണ് സങ്കീർത്തനം അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ അഭിഷേകം, അതായത് യഥാർത്ഥമായി ഈ ഒരു നമുക്കൊരു ഐക്യത അല്ലെങ്കിൽ ഒരു ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു സ്പോർട്സിൽ ആയാലും നമ്മളൊരു ദൈവസഭയിലായാലും ഒരു കുടുംബത്തിലായാലും ഒരുമിച്ച് നിൽക്കാതെ ഇതിൻ്റെ വിടുതലുണ്ടാകത്തില്ല, അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത ഉണ്ടാകത്തില്ല. നമുക്കറിയാം, ഒരു ക്രിക്കറ്റ് ടീമായാലും നാടൻ പന്തുകളിൽ 7 പേരടങ്ങുന്ന ടീമായാലും ഇവരുടെ എല്ലാം പ്രസൻസ്, അവരുടെ എല്ലാം കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനതൊരു പൂർണ്ണത എത്തത്തുള്ളൂ. ഇവിടെ പറഞ്ഞൊരു ഐക്യത വേണം. നമ്മൾ കൂട്ടായ്മ പലപ്പോഴും കൂട്ടുകൂടാറുണ്ട്. ദൈവജനം ഞാൻ ഒരു ദേവദാസൻ്റെ വാക്കുകൾ കേട്ടാണ്, നമ്മൾ കൂട്ടുകൂടുകയല്ല ചെയ്യേണ്ടത്, കൂട്ടായ്മ ആചരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കൂട്ടുകൂടുമ്പോഴുള്ള പ്രശ്നം നമ്മൾ പല പക്ഷക്കാരായിട്ട് മാറും. എനിക്കിഷ്ടമുള്ളവരോട് പറയുന്നത് മാത്രമേ കേൾക്കാൻ ആഗ്രഹമുള്ളൂ, അവൻ പറയുന്നത് എനിക്കിഷ്ടമുള്ളൂ, ഇന്ന ആൾ പറയുന്നത് എനിക്കിഷ്ടമല്ല. അതായത് കൂട്ടായ്മ ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് പറഞ്ഞാലും ദൈവത്തിനാണ് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കാൻ സാധിക്കും. അത് ആ വാക്യം ഒന്ന് വേണം നമുക്ക് വായിക്കാം. കൂട്ടുകൂടുന്നത്, അതായത് 1:10 സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഭിന്നത ഭാവിക്കാതെ ഏകമനസ്സിലും ഏകാഭിപ്രായത്തിലും വിവരിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഗോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുമ്പോൾ ക്രിസ്തു സഹായിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിച്ചുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വന്നു. ക്രിസ്പോസിനെയും ഗായോസിനെയും ആരും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സെഫനാസിന്റെ പകരക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു പലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിക്കുവാനല്ല സുരക്ഷിതമായി മതി. ഞാൻ ആ ഭാവം മാത്രം എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതായത് ഇവിടെ പക്ഷം ചേരുക, പൗലോസിൻ്റെ അപ്പലോസിൻ്റെ പക്ഷക്കാരൻ, അതായത് പക്ഷം ചേരുക. ഞാനതാ പറഞ്ഞത്, കൂട്ടായ്മ നമ്മൾ കൂട്ടുകൂടുകയല്ല ചെയ്യുന്ന ഒരു ദിവസം പറഞ്ഞ് കടമെടുത്ത കേട്ടോ, എൻ്റെ അല്ല. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുന്നത് നമ്മളല്ലെങ്കിൽ ഒരു കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും നമുക്കതിലൊരു എന്താ പറയുക,
ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ കൂട്ടായ്മ ആചരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വിടുതലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കേണ്ടത്. നമുക്കറിയാം, നമുക്കൊരു തെറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരമായി നടക്കുന്ന സംഭവങ്ങളിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസം ഈ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു തൈലത്തെപ്പറ്റി, അതായത് ഈ അഹരോൻ്റെ അഭിഷേക തൈലം ഇട്ടതിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അപ്പോൾ 2 ഒന്ന് വായിച്ചു, 2:47. അപ്പോസ്തല പ്രവൃത്തി 2:47. ഒരുമനപ്പെട്ട ദിനങ്ങളിൽ ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കർത്താവ് രക്ഷിക്കുക. അതിന് മുമ്പ് ഒരു വാക്യമുണ്ട്, ഞാൻ റെഫറൻസ് പക്ഷേ എഴുതിയില്ലെന്ന്. അതായത് യേശുക്രിസ്തു 42 ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന് അപ്പോൾ പറയാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന് എളുപ്പമെടുത്ത് കൊടുക്കാൻ സൗകര്യമുണ്ട്. അത് വായിച്ച് 42 വായിച്ച്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നോക്കി പ്രാർത്ഥന കഴിച്ചു. ബാക്കിയോട് വായിച്ചു. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരിൽ ഏറിയ അത്ഭുതങ്ങൾ നടന്നു. വിശ്വസിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലം പൊതുവായി എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളത് എല്ലാവരും മുന്നിട്ടെടുക്കുകയും ഒരുവിധപ്പെട്ട ജനങ്ങളുടെ ദേവാലയത്തിൽ കൂടി വയ്ക്കുകയും അപ്പം നോക്കിക്കൊണ്ട് ഉത്സവവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിനെയും കൃപ അനുഭവിക്കുകയും ചെയ്തത്. മതി. എൻ്റെ അവസാന വാക്യാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സകല ജനവും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതായത് യേശുക്രിസ്തു, അതായത് ഒരു അനുഭവം വന്നപ്പോൾ, ആ റെഫറൻസ് എനിക്ക് ഇതല്ല, വേറൊരു വാക്കുണ്ടായിരുന്നത് ദൈവനെ പിന്നെ നോക്കിയിട്ട് പറയാം. അതായത് എൻ്റെ ആശയം ഞാൻ പറയാം. അതായത് യേശുക്രിസ്തുവിന് ഒരു അഭിഷേകം ചെയ്തൊരു ഭാഗമുണ്ട്. യേശുക്രിസ്തുവിന് അഭിഷേകം ചെയ്ത്, അതായത് യേശുക്രിസ്തുവിന് വേണ്ടി ഒരു അഭിഷേകം വേണ്ടി വന്നാൽ നമുക്ക് എത്രത്തോളം ഒരു അഭിഷേകം വേണ്ടി വരും എന്നുള്ളതാണ്. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആ റെഫറൻസ് എഴുതാൻ പറ്റിയില്ല, ഞാൻ ഉണ്ട്. അതായത് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുന്നൊരു ഭാഗം യേശുക്രിസ്തു പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തൊരു അനുഭവം വരുന്നുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം ആ ഒരു അഭിഷേകം വേണമെന്നുള്ളതാണ്. അതായത് ഈ അഭിഷേകം എന്ന് പറയുന്നത് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യസ്ഥനെ തന്നിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യസ്ഥൻ എന്ന് വെച്ചാൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സന്തോഷമായിട്ട് ഒരു നിലമ്പൂരിനോട് സംസാരിച്ച കാര്യമുണ്ട്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് പുള്ളി പെട്ടെന്ന് മമ്മിയെ വിളിച്ചു. മമ്മി പെട്ടെന്ന് വചനത്താലാണ് പറയുന്നത്, നീ ഒന്നും ഭാരപ്പെടേണ്ട, ദൈവവചനം ഓടി പറഞ്ഞു കൊടുക്കാനിടയിൽ. എനിക്ക് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ആ സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മൾ പരാജയമാണ്. അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ അത് നമ്മളെ ദൈവം അതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളായിട്ടല്ലാതെ മാറും. ഞാനെന്നുള്ള ഒരു മാറ്റം ഉണ്ടാകും. നമ്മളെ എടുത്തു കാണിക്കാൻ കഴിയത്തില്ല. ഇതാണ് പരിശുദ്ധാത്മാവുള്ള കാര്യം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അഹരോന്റെ താടിയിൽ ഒഴുകുന്ന അഭിഷേക തൈലത്തെ പറ്റുന്നുണ്ട്. അതായത് അഭിഷേക തൈലത്തെ പറ്റി അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് എല്ലാവർക്കും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അതിന് പ്രത്യേക രീതികളുണ്ട്. അന്നത്തെ കാലത്ത് ഈ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ അത് ഒഴിച്ച് ഇങ്ങനെ എത്തി അത് വന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയിലെത്തുക, മൊത്തത്തിലെത്തുകയാണ്. അതായത് ഒരു മനുഷ്യനെ അവനല്ലാതായി തീരുക. അഭിഷേകം ചെയ്യാന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിറഞ്ഞു കഴിയുമ്പോൾ അവനുണ്ടാകുന്ന സുഗന്ധമാണ് ഉണ്ടാവേണ്ടത്.
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വ്യാപരിച്ച് കഴിയുമ്പോൾ ഒരു സുഗന്ധവർഗമായി അല്ലെങ്കിൽ ഒരു സുഗന്ധമാണ് പുറലോകം അറിയപ്പെടുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോപപ്പെടാൻ പറ്റത്തില്ല. അവന് കോപപ്പെടുമ്പോൾ ദൈവവചനം നമ്മളോട് സംസാരിക്കും, മോനെ നീ കോപപ്പെട്ടാൽ നീ അതിലേക്ക്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ആ കായൻ അവിടെ തെറ്റിലേക്ക് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനോട് സംസാരിച്ചു. പഴയ നിയമ പുസ്തകത്തിൽ ഇന്ന് അതേപോലെ സംസാരിക്കുന്നത് ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. അന്ന് ദൈവം നേരിട്ട് സംസാരിച്ചു. നമുക്ക് പല സമയങ്ങളിൽ ദൈവാസനം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഇതിനെപ്പറ്റി, ആലയത്തെപ്പറ്റി ഒക്കെ, സമാന കൂടാരത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കാറുണ്ട്. നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം അതിന് യാഗം അർപ്പിക്കണം, അല്ലെങ്കിൽ എന്തായി തീരും എന്നൊക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊന്ന് പ്രസംഗിച്ചപ്പോൾ വചനം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നും നമ്മുടെ മന്ദിരമാണ് എന്ത്? ആലയം. ഈ മന്ദിരത്തിൽ ആലയമായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വാസമില്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച സോവിയും പിള്ളേരും അടക്കം പറഞ്ഞു, അപ്പോൾ ഒരു കാര്യത്തിലും ഒന്ന് സംസാരിക്കാനോ വലിയ സംസാരമൊന്നുമില്ല. അവരോർക്കുന്നത് ഈ വചനം വായിച്ച് പ്രസംഗിക്കൊണ്ടുകൊണ്ടായിരിക്കാമെന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ചിന്തിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞ ആ സമയത്തല്ല ധ്യാനിക്കുന്നത്. ഞാൻ ധ്യാനിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ്. വാഹനം ഇപ്പോൾ കിലോമീറ്റർ ദൂരത്തിൽ വേറെ തൊട്ട് വണ്ടി ഓടിച്ചു വരുമ്പം ഞാൻ ഓഡിയോ ബൈബിൾ ഇട്ടിട്ട് അതിങ്ങനെ കേട്ട് വരും. ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേട്ട് വരുമ്പോൾ എന്താ, ഞാൻ പണ്ടൊരു പ്രാവശ്യം ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ നല്ലൊരു ടൈമാണ് നമ്മൾ ഈ ഇതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും തുള്ളിച്ചാടി. എനിക്ക് പണ്ട് സാജൻ കൊണ്ടറ വരെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച സമയങ്ങൾ, വലിയ ഹെവി വെഹിക്കിളിലൊക്കെ പോകുമ്പോൾ ആരാധിച്ച് തുള്ളിച്ചാടിയ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വചനം ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചകളിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്, ഒന്നും മറുപടി ഇല്ല. അപ്പം ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതല്ല. അപ്പം ഞാനിതെടുത്ത് കുറച്ചു നേരം നോക്കിയാൽ പെട്ടെന്ന് അപ്പോഴേ തളർന്നങ്ങ് ഉറങ്ങിപ്പോവാണ്. ഇവരോർക്കുന്ന ആത്മാവിൽ ലയിച്ച് ഇങ്ങനെ അങ്ങ് അവനൊന്ന് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങി ബുക്ക് എടുത്ത് വെച്ചിരുന്ന് ഇതൊക്കെ എടുത്ത് വയ്ക്കുന്ന കണ്ടപ്പോൾ തന്നെ അപ്പോഴൊന്നും ശരിക്കും ധ്യാനിക്കാൻ പറ്റിയില്ല. യഥാർത്ഥം ധ്യാനിച്ചതും ചിന്തിച്ചതും ഇപ്പം പുറമേ അവരൊക്കെ, ഞാനിത് പറഞ്ഞിട്ട് അവരെടുത്ത് ഇതാക്കി പറഞ്ഞതല്ല, നമ്മൾ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ബൈബിൾ വായിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, അവൻ്റെ ഉള്ളിൽ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുക. ഒരു ദൈവവേദനയുടെ ഉള്ളിൽ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുക. രൂപാന്തരം നടക്കുന്നത് കാണുന്നത് എവിടെ? അവന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വ്യാപരിച്ച് കഴിയുമ്പോൾ അവനുണ്ടാകുന്ന വ്യത്യാസം, അവനുണ്ടാകുന്ന അനുഭവം. ദൈവം നിന്നോട് സംസാരിക്കണം. നീ ഒരുത്തൻ നിന്റെ പ്രതിസന്ധി കിടക്കുമ്പോൾ, അവൻ്റെ ഹൃദയത്തിൽ തകർന്നു കിടക്കുമ്പോൾ ദൈവം പറയും ഇന്നുള്ളൊരു പ്രശ്നം വരും എന്ന് വെച്ച് ഞാൻ മകനാണെന്നല്ല പറഞ്ഞേ. നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന സംഭവം വ്യത്യാസം സംഭവിക്കും. അവരിൽ വ്യത്യാസം ഉണ്ടാവും. പുറമേ കാണുന്ന രീതികളല്ല, ദൈവം ഹൃദയത്തിൽ ഞാനത് ആദ്യം പറഞ്ഞേ. ആർക്കാണ് അവിടെ വിടുതലുണ്ടാവേണ്ടത്? ആർക്കാണ് മാറ്റം ഉണ്ടാകുന്നത്? നീ എത്ര പറഞ്ഞാലും ഒരു ഉപദേശം വരെ മാത്രമേ പറ്റത്തുള്ളൂ. മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ തീരുമാനിക്കണം. എന്തുകൊണ്ട് കയ്യിൽ, അതായത് പറഞ്ഞു പിതാക്കന്മാരുണ്ടായ പലരും നമ്മുടെ കുടുംബ പാരമ്പര്യം പശ്ചാത്തലം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിന്റെ ഹൃദയം എൻ്റെ മന്ദിരമാണ്, ഈ ഹൃദയം എനിക്ക് വേണം. ഇവിടെ പരിശുദ്ധാത്മാവിൽ വസിക്കണം. അഭിഷേക തൈലം ഒഴുകണം. അഭിഷേക തൈലം ഒഴുകുമ്പോൾ നീ അല്ലാത്ത വ്യക്തിയിലേക്ക്, നിലയിലേക്ക് നീ എത്തിച്ചേരും. നീ ഞാനെന്നുള്ള സ്വഭാവം മാറി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പറഞ്ഞ് സുഗന്ധ തൈലം ഈ അതിനെപ്പറ്റി പഠിച്ച 2 മണിക്കൂറത്തെ പ്രസംഗമുണ്ട് കേട്ടോ. അതായത് ഈ സുഗന്ധ തൈലത്തെപ്പറ്റിയും അതിനെപ്പറ്റിയുള്ള അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയം കുറേ എടുക്കും. അത് വേണ്ട റെഫറൻസ് തരാം, അതേപ്പറ്റി ഒത്തിരി ഉണ്ട്. അപ്പം ഈ അനുഭവം നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മറ്റേ സ്ത്രീ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഓടിക്കൊണ്ടുവന്ന് ഒഴിച്ചതെന്താ? ഇതേപോലെ. അതായത് അഭിഷേകത്തിൻ്റെ ഒരു പൂർണ്ണത എത്തുക. ഇവിടെ ഈ വിളുമ്പിലേക്ക്, വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ എത്തുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമ്മൾ കടുപ്പിച്ചൊരു വാക്ക്, ഞാൻ വീട്ടിൽ വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉറക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ വഴക്ക് പറയേണ്ട കാര്യമാണ് നമ്മൾ വഴക്ക് പറയണം. അത് പരിശുദ്ധാത്മാവായിട്ട് നിയന്ത്രണത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് ചെറിയ ട്വിസ്റ്റ് വരുമ്പോഴാണ് അവിടെ സംഭവിക്കുന്നത്, നിയന്ത്രണം വിട്ടുപോകുന്നത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ദേഷ്യപ്പെടാൻ പറ്റത്തില്ലേ? ദേഷ്യപ്പെടുന്ന വഴക്ക് പറയാം, ശാസിക്കാൻ പറ്റത്തില്ലേ? പിള്ളേരോട് ശാസിക്കാൻ പറ്റത്തില്ലേ? ശാസിക്കാം. നീ ശാസിക്കണം. നീ ശാസിച്ചില്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്തം നീ ഒളിച്ചോടുക എന്ന് പറയുന്നത്. നീ പറയേണ്ടടുത്ത് നീ പറയണം. അവിടെ വേറെ തോമാച്ചനെ കയറ്റിയിരുത്തിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ഭാര്യ പറയുമ്പോൾ പലപ്പോഴും ഞാനിതിനൊന്നും അർഹനല്ല കേട്ടോ. ഒരു കൗൺസിലിംഗ് എടുത്ത് വാസു
സുവിശേഷം തന്നു ഒരു പരിധി വരെ ആക്കി വെച്ചതിൻ്റെ ഗുണമൊക്കെ ഇപ്പം നമുക്ക്. മറ്റേ പ്രശ്നം പറഞ്ഞാൽ ഭാഷക്ക് സമാധാനമില്ലായിരുന്നു. എന്തെങ്കിലും വിഷയം ഉടനെ ഭാഷ വിളിക്കാം, പ്രശ്നം വരയ്ക്കും. ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ദൈവം ഇത് ഞാൻ ആരോട് പിശാചി കേൾക്കുന്നില്ല ആരോട് പറഞ്ഞു. എനിക്കൊന്ന് 2-3 വർഷമായിട്ടൊന്ന് ഭാഷ വിളിച്ച് വെല്ലുപ്പെടുത്തുന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങളതിനെ പരിഹരിക്കുക. വേറൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നാണമില്ലെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് കിടന്നിട്ട് വഴക്കുണ്ടാക്കാൻ പല കുടുംബങ്ങളിലും തീർക്കാൻ പറ്റാതെ ദൈവവചനവും മനസ്സിലാക്കിയിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്താ? ദൈവത്തിനറിയാം. വാസ് പറഞ്ഞു ഉള്ളി എടുക്കുന്ന വിഷയം പോലും ഇല്ല ഞങ്ങളുടെ കഥയൊക്കെ കേട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കുറുവയിൽ അവിടെ പരിഹരിക്കും. ഞാൻ പ്രശ്നം ഉണ്ടാകാൻ വിളിക്കുന്ന ദൈവാസനോട് പറയണമെന്നല്ലേ പറഞ്ഞ് നമുക്കൊരു ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ദൈവസഭയിൽ അത്ര ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് നമുക്ക് അവസരങ്ങൾ തന്നതാണ്. നമുക്കിവിടെ പലരുടെയും അവസ്ഥകൾ അറിയാം. പലയിടത്തും കൗൺസിലിങ് നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് പറഞ്ഞു, നമ്മൾ ചില അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പോയി സോവിയർ ശുശ്രൂഷയൊക്കെ അവിടെ സംസാരിച്ച് ഞാനിങ്ങനെ നിന്നിട്ട് നിൽക്കുക, ആശ്വസിപ്പിക്കുക. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് സംഭവിച്ച പോലെ അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾക്ക് സംഭവിച്ച പോലെ ആണ്. ആവശ്യങ്ങൾ വന്നു അവിടെ സംസാരിക്കാനും അവർക്ക് ഓടിപ്പോകാനും നമ്മളിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ അഭിഷേകത്തിൻ്റെ ഒരു തൈലം നിറയുക, നമ്മളിലല്ലാത്ത വ്യത്യാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിന് 3-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക. അതായത് ഇവിടെ 2 മലകളെ പറ്റി അല്ലെങ്കിൽ ഹെർമോന മലകളെ പറ്റിയും അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചട്ടെ. ഇവിടെ സിയോൻ പർവ്വതവും ഹെർമോൻ പർവ്വതത്തെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി പഠിച്ചപ്പോൾ 2 മലകളാണ്. അതിൽ ഈ സിയോൻ മലയെക്കാട്ട് ഉയർന്നതാണ് ഹെർമോന മല എന്നാണ് പറയുന്നത്. അവിടെ ഈ മഞ്ഞ് അതിൻ്റെ ആ ഒരു മഞ്ഞ് പെയ്യുന്നത് അത് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയുക, സമയം ഓൾറെഡി മുന്നോട്ട് പോവുക. അതായത് അതിൻ്റെ ആ ഒരു നിറവ് വന്ന് ഇതിലേക്ക് ഒഴുകി താഴിലേക്ക് എത്തി. അതിപ്പോൾ നമ്മൾ നോക്കും, നമ്മൾ മറ്റേ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്കറിയാം കോടമഞ്ഞ് പോലെ മൂടിക്കിടക്കുന്ന ഒരു അനുഭവം. അതായത് മൊത്തം ഒരു മൂടുന്ന അവസ്ഥ. അത് മൂടുക എന്ന് പറഞ്ഞാൽ നമ്മളിലല്ലാത്തൊരവസ്ഥ. അതായത് അവസാനം അതിൻ്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആ മലയുടെ അനുഭവം അല്ല, വലിയ മലയാണെങ്കിൽ അതിൽ നിന്ന് വന്ന് അതിന് പല പുഷ്ടങ്ങളായ സാധനമുണ്ട്. ഏകദേശം അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളല്ലാതായി മാറുക. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇതെല്ലാം കൂടിയിരിക്കുന്നത് ഇവിടെ വന്ന് എത്തുന്നത് ഒരു ഐക്യത. ഈ ഐക്യത ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. വീട്ടിലായാലും ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വിടുതല. ഞങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാനെന്നുള്ള ഭാവത്തിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്ന രീതി സംസാരിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ സംസാരിക്കുമ്പോൾ ഒരേ മനസ്സോടുകൂടി ഒരു ദൈവസഭയാണെങ്കിലും ഒരേ മനസ്സിലെത്തുമ്പോൾ, അതായത് ഒരേ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഒരേ മനസ്സോട് എത്തുമ്പോൾ അവിടെ ഒരു വിടുതൽ നടക്കും. ഇവിടെ വിടുതൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ അത് ഓരോ വ്യക്തികൾ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാധാന്യം പല സമയങ്ങളിൽ ശുശ്രൂഷ വചനം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം ഓരോ ദിവസവും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അതായത് നിനക്ക് ദേഷ്യപ്പെടാൻ വരുന്ന സമയം, നിനക്ക് കോപത്തിൻ്റെ പ്രശ്നമുണ്ടോ, കോപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവം പരിശുദ്ധാത്മാവ് സംസാരിക്കും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മൾ സംസാരിക്കും. നമ്മളിപ്പോൾ അടുത്തൊരു വഴിയിലേക്ക് നമുക്ക് ദൈവനാമത്തിന് പ്രവർത്തിക്കേണ്ട വിഷയത്തിൽ അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പം പിന്നെ നമ്മൾ തെറ്റ് ചെയ്താൽ പാപം നമ്മളെ തിരിച്ചറിയാൻ നമ്മളൊരു തെറ്റ് ചെയ്തിരുന്നു, അതിന് നമുക്ക് തിരിച്ചറിയാനുള്ള അനുഭവം ഇത് ഈ ഒരു അഭിഷേകത്തിൽ നിറയാൻ പറ്റും. അതിൻ്റെ പ്രാധാന്യം, ഈ ഒരു ഐക്യത ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് ഇതെല്ലാം അനുഭവിച്ച് ഈ ഒത്തൊരുമിച്ച് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് കൊണ്ടുപോയി നോക്കി. ഒരു കൂട്ടായ്മ ഒരുമിച്ച് സഹോദരൻ ആദ്യത്തെ വാക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചട്ടെ. അതായത് നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരനെ കാണുമ്പോൾ, എനിക്ക് അനീഷിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ അജുവിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ലിജോയെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നറിയോ? ഒരു സ്നേഹമാണ് തോന്നുന്നത്. അവിടെ ഒരു കലിപ്പല്ല തോന്നുന്നത്. എന്തുകൊണ്ടാണ് കലിപ്പ് തോന്നുന്നത്? എവിടെ? നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല വരുമ്പോഴാണ്. നിനക്ക് ഒരാൾ, നമുക്കറിയാം യേശുക്രിസ്തു ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റേ പുരോഹിതന്മാരെ അല്ലെങ്കിൽ ഇവരെ യഥാർത്ഥമായി നിൽക്കുന്നവരെ രക്ഷിക്കാനല്ല, പാപികളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അതായത് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല, പക്ഷെ അവരെ മാറ്റാനുള്ള ഒരു ഹൃദയം നമ്മളെ ഒരു രൂപാന്തരം വരിക. അതാ പറഞ്ഞാൽ ഇത് വലിയൊരു ഘടകമാണ് കേട്ടോ.
ദൈവം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ചാൽ അവനിലൊരു മാറ്റം വേണമെന്ന് ഹൃദയം കൊണ്ടാകുന്ന വേദന ഉണ്ടാകണം. ഒരു വേദന കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ല. അവൻ അങ്ങനെ വേണമെന്നല്ല ചിന്തിക്കണ്ടേ. നമുക്കൊരു അതെങ്ങനെ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോകത്തില്ലെന്നാണ്. അതേപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് ഇത് അനുദിനം ഇതിനെ നമ്മൾ നിലനിർത്താൻ സാധിക്കണം. ഇന്നലെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇത് സാധിച്ചില്ല, നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് നമ്മളതിനെ ദുഃഖിച്ച് നടക്കുകയല്ല, നമ്മളതിനെ തിരിച്ചു പിടിക്കണം. നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ അനുദിനം നമ്മളിൽ ഇടപെടണം, നമ്മളിൽ അത് സ്ഥിരമായി ഉറപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവസഭ ഒരുമിച്ച് യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യമാണ് അവിടെ പറയുന്നത്, അനുദിനം സഭയോട് ചേർത്തുകൊണ്ടിരിക്കുക. അതായത് യഥാർത്ഥമായി രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുന്നവരെ മാനസാന്തരപ്പെട്ടവരെ രക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ സ്നാനം ഏൽപ്പിക്കുകയും അതോടുകൂടി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു വിടുതൽ, ഒരു സർക്കിൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സങ്കീർത്തനത്തിലേക്ക് ചുരുങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടം സംഭവിച്ചതിനെ ഓർത്തോ, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന തെറ്റുകളെ ഓർത്തോ നിൽക്കാനല്ല, യഥാർത്ഥമായ കാര്യസ്ഥനെ നമ്മളെ ഏൽപ്പിച്ചു പോയി. അതായത് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെണ്ണീറ്റ് പോയപ്പോൾ നമുക്ക് തന്നിട്ട് പോയ, അതായത് നമ്മളായിരിക്കുന്ന മന്ദിരത്തിൽ നിലനിർത്താൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും വേറെ ആൾക്ക് പറ്റുന്നതല്ല, അവനവന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു അവകാശമാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത്. ഇതുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ ഒരു പ്രശ്നം കാണുമ്പോൾ, ഒരാളുടെ ഒരു കടഭാരം കേൾക്കുമ്പോൾ, ഒരാളുടെ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ നമ്മൾ അവനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുന്നതിന് ഉപരിയായിട്ട് അവന് ഉള്ളിലേക്ക് ഒരു നിലവിളി ഉണ്ടാവും. ഒരു നിലവിളി അവിടെ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ വചനം പറയുന്നുണ്ട്, അവൻ്റെ ഉള്ളിലേക്ക് അവനെ ദൈവം സംസാരിച്ചു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം അവനോട് സംസാരിച്ചെങ്കിലും അവൻ മാറാൻ തയ്യാറായില്ല. ഞാനിത് സിജോവറടക്കം സംസാരിച്ച് അല്ലെങ്കിൽ ഭാഷ സംസാരിച്ച് അതിനെ വിളിച്ച് സംസാരിച്ച കാര്യമാണ്. ഒരു മാറ്റം ഹൃദയത്തിൽ തോന്നിയിരുന്നെങ്കിൽ ഇത്രയും വലിയ പാപത്തിലേക്ക് പോകത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നിങ്ങൾ ഒത്തൊരുമനയോടെ ഒരു കൂട്ടുകൂടുകയല്ല, കൂട്ടായ്മ ആചരിക്കുക. നമ്മൾ ഒരുമിച്ച് ഒരു സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് അങ്ങനെ വസിക്കുമ്പോഴാണ് എനിക്കിപ്പം നമ്മൾ ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ വിളിച്ചപ്പം അവൻ വന്നിട്ടുണ്ടാകത്തില്ല, ചിലപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടാകത്തില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളാട്ടോ സഭയ്ക്കകത്തുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ അവനെ വിളിച്ചപ്പോൾ അവൻ എന്നെ തിരിച്ച് വിളിച്ചില്ല, ചിലപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ അവൻ എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നില്ല, അല്ല എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല, എന്നെ കണ്ടപ്പോൾ ശരിക്കും പിന്നെ ഒരു കുത്തോടുകൂടിയാണോ നോക്കിയെന്നൊക്കെ നമ്മൾ തോന്നും. ഇതെന്തുകൊണ്ട് എങ്ങനെയൊക്കെ തോന്നുന്നറിയോ? പരിശുദ്ധാത്മാവ് അവിടെ തിരുത്തേണ്ടത് അവനെയല്ല നമ്മളെയാണ്. ഞാൻ എന്നെ ഒട്ടുകാർക്ക് പറയാം, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായ ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമുക്കതെല്ലാം ക്ഷമിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു സഭയായി ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയരപ്പെടുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.